നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 332 ലക്കത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയംഗമമായ സ്വാഗതം. ശ്രീരാമൻ ഇങ്ങനെ തേരിലിരുന്ന് സ്വയം ശപിച്ചും പഴിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരയുന്നുണ്ട്, പറയുന്നുണ്ട്, വീണ്ടും കരയുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ എന്താണോ പറയേണ്ടത്, ശരിയായിട്ടുള്ള കാര്യം എന്താണ്, അതൊട്ട് പറയുന്നുമില്ല. സഹി കെട്ട് ക്ഷമ കെട്ട് അവസാനം സീത ചോദിച്ചു, എന്താണ് ശ്രീരാമൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത്? എന്നോട് പറയൂ, നീ ഒട്ടും മടിക്കണ്ട. പിന്നെയും ലക്ഷ്മണൻ പറയത്തില്ല. എൻ്റെ മനസ്സ് വെന്തുരുകുന്നു, എൻ്റെ സങ്കടം കൂടി കൂടി വരുന്നു, എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മണൻ. എന്നിട്ട് പറയുന്നു, എനിക്ക് മരിക്കണം, എനിക്ക് മരിച്ചേ തീരൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ തീ ചാടണോ അതോ ഞാൻ വിഷം കുടിക്കണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സീതാദേവി പിന്നെയും ചോദിച്ചു, എന്താണ് രാമന്റെ ആജ്ഞ? എന്നോട് പറയൂ. എന്താണ് നിന്റെ നിയോഗം? എന്ത് നിയോഗമാണ് നിനക്ക് നിന്റെ ജ്യേഷ്ഠൻ, അയോധ്യയിലെ രാജാവായ ശ്രീരാമൻ, എൻ്റെ ഭർത്താവ്, നിനക്ക് എന്ത് നിയോഗമാണ് നൽകിയിരിക്കുന്നത്? എന്താണ് നിന്നെ ഇത്രമാത്രം വിഷമിപ്പിക്കുന്ന ആ കാര്യം? എന്തോ ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം അതെന്താണ്? എനിക്കെല്ലാം അറിയണം, എനിക്ക് പരമാർത്ഥം അറിഞ്ഞേ തീരൂ. അപ്പൊ ലക്ഷ്മണൻ പറയും, ഞാൻ പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, എനിക്കത് പറയാൻ കഴിയില്ല. എങ്കിലും ജ്യേഷ്ഠൻ എന്ന് പറയുന്നില്ല, അതിന് വരെ പറയും, ഭവതിയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ പറയാം. രാജാവ് എന്ന് പറയുന്നില്ല, ജ്യേഷ്ഠൻ എന്ന് പറയുന്നില്ല. ലക്ഷ്മണൻ പറയും, ഭവതിയുടെ ഭർത്താവ്, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് എന്താണ് എന്നോട് പറഞ്ഞത് എന്ന് ഞാൻ പറയാം. എന്നിട്ട് അദ്ദേഹം പറയും, ദേവിയെ വീണ്ടും പരിഗ്രഹിച്ചത് ശരിയായില്ല എന്ന് പൗരജനങ്ങൾ അയോധ്യയിൽ പലരും പരസ്പരം പറയുന്നുവത്രേ. രാവണൻ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിച്ച സീതാദേവിയെ സ്വീകരിച്ചത് ന്യായമല്ലെന്ന് അവർ പറയുന്നു പോലും. പട്ടണമാകെ അപവാദ പ്രചരണം നടക്കുന്നുവെന്ന്. അതുകൊണ്ട് ദേവി ആഗ്രഹിച്ചത് പ്രകാരം വനത്തിൽ മുനിമാരുടെ ആശ്രമത്തിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത്. മുനിമാരുടെ ആശ്രമത്തിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോരാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സീതാദേവി, എൻ്റെ ജ്യേഷ്ഠനോടും എന്നോടും ഒട്ടും തന്നെ ദേഷ്യം തോന്നരുത്. സീതാദേവി ശപിച്ചാൽ ഈ 14 ലോകങ്ങളും ദഹിച്ചു പോകും എന്നെനിക്കറിയാം. സീതാദേവിയെ പോലെ പതിവ്രതയായ ഒരു സ്ത്രീ 3 ലോകങ്ങളിലും ഇല്ല തന്നെ, എനിക്കത് നന്നായി അറിയാം. അഗ്നിദേവനും മഹാദേവനും ബ്രഹ്മദേവനും മുനിവര്യന്മാരും ഇക്കാര്യം പറഞ്ഞത് കേട്ടു നിന്നവനാണ് ഈ ലക്ഷ്മണൻ. ദുഃഖിക്കരുത്. ഈ ആശ്രമത്തിൽ തപസ്വിനിമാരോടൊത്ത് കഴിയുക. കേട്ട മാത്രയിൽ സീതാദേവി ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. അല്പസമയം കഴിഞ്ഞ് മോഹാലസ്യത്തിൽ നിന്നും ഉണർന്നു. അപ്പോൾ സീത ചോദിച്ചു, അയ്യോ ഭർത്താവേ, എന്നെ ഉപേക്ഷിച്ചുവെന്നോ? നാഥ, എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ചെയ്തത്? എൻ്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണോ ഇത്? ഇനി എത്ര കാലം ഞാൻ ഈ ദുഃഖം അനുഭവിക്കണം? ഇവിടെ മുനിമാരും അവരുടെ ഭാര്യമാരും എന്നോട് ചോദിക്കില്ലേ, എന്തിനാണ് നിന്നെ രാമൻ ഉപേക്ഷിച്ചതെന്ന്? അവരോട് ഞാൻ എന്ത് മറുപടി പറയും? ഈ സങ്കടം ഞാൻ എങ്ങനെ സഹിക്കും? എനിക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് വിഷമമില്ല, പക്ഷെ അങ്ങനെ ചെയ്താൽ സൂര്യവംശത്തിന് സന്തതികളില്ലാത്ത ഒരവസ്ഥ വന്നു ചേരില്ലേ? അപ്പോൾ അമ്മമാർ വിഷമിക്കില്ലേ? ലക്ഷ്മണ, നീ അവരോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മമാരോട് പറയണം അവർ ദുഃഖിക്കരുത് എന്ന്. ഈ സന്ദർഭത്തിൽ രാജധർമ്മം എന്താണ് എന്നുകൂടി സീത നിർവചിക്കുന്നുണ്ട്. എല്ലാവരും മനസുഖത്തോടുകൂടി ക്ഷേമമായി വസിക്കുന്നതാണ് രാജധർമ്മം. ഈ രാജധർമ്മമാണ്
എൻ്റെ ഭർത്താവ് അയോധ്യയിലെ രാജാവ് നിർവഹിച്ചിരിക്കുന്നത്. എൻ്റെ നാഥനായ ശ്രീരാമൻ ലോകത്തിൻ്റെ നായകൻ കൂടിയാണ്. ലോകാപവാദം, ലോകം പറയുന്ന ഈ അപവാദം, അത് ലോകർ പറയുന്ന അപവാദം, അത് ഭയന്നാണ് അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചത്. എന്നെ വേർപെട്ട് കഴിയുന്ന കാലത്ത് ധർമ്മം പരിപാലിച്ച് യാതൊരു ദുഃഖവുമില്ലാതെ രാജ്യഭാരം വഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് സീത ആശംസിക്കുന്നു. ശ്രീരാമനോട് പറയുന്നു, നീ നിത്യവും നിന്റെ ജ്യേഷ്ഠനെ ശുശ്രൂഷിക്കുക. ഞാനില്ലല്ലോ, ആ ജോലി നീ ചെയ്യണം. നിന്റെ ജ്യേഷ്ഠനെ, എൻ്റെ ഭർത്താവിനെ നീ തന്നെ ശുശ്രൂഷിച്ച് പരിപാലിക്കണം. അതിനായി എത്രയും വേഗം ലക്ഷ്മണ നീ തിരിച്ചു പൊയ്ക്കുള്ളൂ. ലക്ഷ്മണൻ 3 പ്രാവശ്യം സീതാദേവിയെ പ്രദക്ഷിണം ചെയ്തു. തോരാത്ത കണ്ണുനീരുമായി ഒന്നും സംസാരിക്കാതെ ലക്ഷ്മണൻ തിരിഞ്ഞു നടന്നു. നിലത്ത് കിടന്ന് വീണ് ഉരുണ്ട് വിലപിക്കുകയാണ് സീതാദേവി. ലക്ഷ്മണൻ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കി, പക്ഷെ അദ്ദേഹം മുന്നോട്ട് തന്നെ നടന്നു. ലക്ഷ്മണൻ തൻ്റെ കൂടെയുള്ള ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന, ഇതിനെല്ലാം സാക്ഷിയായ തെളിക്കുന്ന തേരാളിയായ സുമന്ത്രരോട് പറഞ്ഞു, എന്തൊരു പൊള്ളുന്ന അനുഭവങ്ങളാണ്, ദുഃഖിക്കുന്ന അനുഭവങ്ങളാണ് ശ്രീരാമനും സീതയ്ക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരു തെറ്റും ഒരിക്കലും ചെയ്യാത്തവർ, അവർ എന്തെല്ലാമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ സുമന്ത്രർ പറഞ്ഞു, ആരും ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ അഭിമതമാണ്. ആരുടെയും സാമർഥ്യം കൊണ്ട് ദൈവനിശ്ചയത്തിന് ഒരു മാറ്റവും വരുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ സുമന്ത്രർ ലക്ഷ്മണനോട് പറഞ്ഞു, ഞാനൊരു പഴയ കഥ പറയാം ലക്ഷ്മണ നിന്നോട് എന്ന് പറയുന്നു. ആ പഴയ കഥ എന്താണ് എന്ന് നമുക്ക് അടുത്ത ലക്കത്തിൽ 333 ലക്കത്തിൽ അറിയാം. അതുവരേക്കും നന്ദി, നമസ്കാരം.